ആമേൻ. വേഗത്തിൽ നമുക്ക് വചന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. Let us turn our Bibles to 2 Corinthians chapter 6 verse 1. ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി തീരരുത്. The God's grace should not be in vain. Praise the Lord. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാൻ നാവിനാൽ ആവാതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാൻ നാവിനാൽ ആവാതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. കഴിവുവർത്തി കർത്താവിന് മഹത്വം കൊടുത്താണ്. Hallelujah. നാം ആകുന്നത് ദൈവത്തിന്റെ കൃപയാണ്. Whatever we are, it is just because of the grace of God. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയാൻ കഴിയും ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാണ്? How many of you can shout it? I am what I am because of the grace of God. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഈ കൃപ നമ്മുടെ മേൽ കർത്താവ് ചൊരിഞ്ഞല്ലോ. The most fortunate thing that you have received in our life is that the God has poured out His grace upon us. അളവ് കൂടാതെ ഈ കൃപ ദൈവം ദിനം തോറും പകരുകയാണ്. And every single day God is pouring out His immeasurable grace upon us. ആമേൻ. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികൾ ഇല്ലാഞ്ഞിട്ടല്ല, കൃപ ദൈവം പകർന്നത് കൊണ്ടാണ് ഇന്നും തകരാതെ നാം നിൽക്കുന്നത്. It is not because we do not have problems and troubles in our life, but even in the midst of those things God is pouring His grace upon us. ദൈവം പകർന്ന എല്ലാ ദൈവകൃപകളെ ഓർത്ത് ഒരു പ്രാവശ്യം കൂടെ കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. Let's all praise our God for all the grace and mercy He is showing upon us. അർഹതയ്ക്കപ്പുറമായി പ്രാപ്തിക്കപ്പുറമായി കഴിവിനപ്പുറമായി നമ്മുടെ മേൽ ചൊരിഞ്ഞ ദൈവകൃപയ്ക്കായി. ഹല്ലേലൂയ. Beyond what we deserve, God has poured out His grace upon us. Let us praise Him for that. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടത് ദൈവകൃപയ്ക്ക് വേണ്ടിയാണ്. So let us pray for the grace of God. രോഗങ്ങൾ സൗഖ്യമായാലും ഇല്ലെങ്കിലും കൃപയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത്. Even if we get healing or not, but if we have the grace of God, that is enough. വഴികൾ തുറന്നാലും ഇല്ലെങ്കിലും പ്രതിസന്ധികൾ മാറിയാലും ഇല്ലെങ്കിലും കുഞ്ഞ് ദൈവ കൃപ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവ കൃപയിൽ ശക്തിപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ വലിയ വിടുതലൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കൃപമേൽ കൃപ പ്രാപിപ്പാൻ, കൃപയിൽ ശക്തിപ്പെടുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. Even if the doors are opened or not, even if we receive deliverance or not, but if we have the grace that we are receiving every single day, there is no more deliverance than this. So let us pray for the deliverance. Let us pray for the grace of God to be poured upon us. Praise the Lord. നടന്നപ്പോൾ ഓർക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് സ്വന്തമായിട്ട് സഭ വേണ്ടിയ അടിയന്തര അവസ്ഥയിലോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുക. We are coming to a situation where we are having this urgency to have a place of our own. നമ്മുടെ ഈ കൊച്ചു സഹോദരങ്ങളെല്ലാം ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്ന അന്തരീക്ഷം ഒരുക്കപ്പെടണമെങ്കിൽ
നമുക്ക് സ്വന്തമായ സഭയുണ്ടെങ്കിൽ അത് സാധ്യമാകത്തുള്ളൂ. To take care of all our young ones in a proper way, we need to have our own church building. ആമയെങ്കിലും ക്ഷമയോടെ അവരെ കൈകാര്യം ചെയ്യുന്ന മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം അറിയിക്കുക. Even without having our church building, I appreciate all the parents and all the leaders who are taking care of our young ones in appropriate ways. ആമേൻ. കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നത് കൊണ്ട് ആരും സഭായോഗത്തിന് വരാതിരിക്കരുത്. Please don't stop coming to church because the children are walking around. ആമേൻ. തലമുറകളെ തന്നതിനായിട്ട് ഒരിക്കൽ കൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. Thank God for the inheritance God has given ഓടി us. നടക്കുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചാലും കർത്താവിന് ഒരു അഭിഷക്തനാകട്ടെ, കൃപയുള്ളവനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചങ്ങ് വിട്ടാൽ മതി. ഇവരെ കർത്താവ് അനുഗ്രഹിപ്പാനിടയായി തീരും. When the children are walking around, you pray for them. You pray that they will be an anointed child and they will be as such. ഓടി നടന്നവരൊക്കെയല്ലേ ഇവിടെ ഇപ്പം കസാര ഇരിക്കുന്നത്. അതുകൊണ്ട് അല്പനാളത്തേക്ക് ഈ ഓട്ടമുണ്ട്, അത് സഹിപ്പോൾ കൃപ ദൈവസഭയ്ക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അമിഷ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. All the children are to be running the race, and these kids will walk around in the church, but God has given us the grace to tolerate that and the patience to see that. So let us praise God for that. അപ്പോൾ നമ്മൾ വിഷയത്തിലോട്ട് മടങ്ങി വരാം. Let's get back to the topic. ആമേൻ. ദൈവ കൃപ വ്യർത്ഥമാക്കി കളയരുത്. Do not put the grace of God in vain. ആമേൻ. നമുക്ക് ജയജീവിതം ചെയ്യാൻ, വിഷയങ്ങളെ തരണം ചെയ്യാൻ, ആമേൻ, പ്രതിസന്ധിയെ തരണം ചെയ്യാൻ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല വിഷയങ്ങളുടെ മേൽ ജയമെടുക്കാനുള്ള ദൈവ കൃപ ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. നാം അതിനെ യൂസ് ചെയ്യണം. നാം ആ കൃപയുടെ സന്തോഷത്തെ അനുഭവിപ്പാനിടയായി തീരണം. To overcome the obstacles in life, to overcome the problems in life, God has given us the grace, and we should be able to find joy and happiness in that grace of God. ആമേൻ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചേ. Second Titus chapter 2 verse 11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവ കൃപ ഉദിച്ചുവല്ലോ. For the grace of God that brings salvation that has appeared to all men. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ദൈവ കൃപയാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നത്. The greatest grace that we have seen is that the Jesus Christ came as a revelation for us as salvation. നമുക്ക് ലഭിച്ച രക്ഷ ഏറ്റവും വലിയ ദൈവ കൃപയാണ്. Salvation is the biggest grace that we have received. ഈ ഭാഗം പറയുമ്പോൾ 2 കൊരിന്ത്യർ 5:21 അതിനോട് ബാക്കിയായിട്ടാണ് 6:1 വായിക്കുക. 21 വായിച്ചാട്ട് 5:21. അവൻ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. So in 2 Corinthians chapter 5 verse 21 we see that God made him who had no sin to be sin for us, so that in him we might become the righteousness of നമ്മളെല്ലാവരും God. ദൈവത്തിൽ നീതിയാകേണ്ടതിന്, We should become the righteousness of നാം God. വിശുദ്ധരാകേണ്ടതിന്, For us to be holy. അവൻ നമുക്ക് വേണ്ടി ഒരുവൻ പാപമാക്കി. And God made him sin for us. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് 3 ആണികളുമേൽ തറയ്ക്കപ്പെടുവാനിടയായി തീർന്നു. For us Jesus was crucified on the cross with 3 nails. കാൽവറിയിലെ പരമയാഗത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട രക്ഷയ്ക്കായി കര ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. Let us praise God for the salvation that was revealed on the cross. ആ രക്ഷ, ആ ദൈവ കൃപയെ നാം വ്യർത്ഥമാക്കി കളയരുത്. That grace of God, we should not let that grace of God be in vain. യോഹന്നാന്റെ സുവിശേഷം 1:16-17 വായിച്ചാട്ട്. John chapter 1 verse 16 and 17. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. And we have received, because of him we have received grace for grace. എല്ലാവരും ആ വാക്യം ഒന്ന് പറഞ്ഞേ. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും, അവൻ കൃപയല്ല കൃപമേൽ, ഒന്നുറക്കെ പറഞ്ഞേ, കൃപമേൽ കൃപ. ആരിൽ നിന്ന്? അവൻ കർത്താവിൽ നിന്ന്. ഇന്ന് പകൽക്കാലം ഓരോ ദിവസവും ദൈവ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ, അവൻ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, തിരുവെഴുത്തുകൾ ധ്യാനിക്കുമ്പോൾ, കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം, കൃപമേൽ കൃപ അവന്റെ നിറവിൽ നിന്ന് അവൻ നമ്മുടെ മേൽ പകരുവാനിടയായി തീരും.
And when we come for gathering, when we pray, when we worship God, what is happening is that out of His fullness, we are receiving grace upon grace every single അവൻ day. കൃപയുടെ ഉറവിടം നമ്മുടെ കർത്താവാണ്. He is the source of grace. ഇന്ന് പകൽക്കാലം ആരാധിച്ചിട്ട് മടങ്ങി പോകുമ്പോൾ ഈ കൃപ പ്രാപിച്ച് നീ മടങ്ങി പോകണം. Today, when you return home after worshiping God, you will be going back to home by receiving grace upon grace. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ, 17ാമത്തെ വാക്യം. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. For the law was given by Moses, but grace and truth came by Jesus അവൻ Christ. യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവ കൃപയുണ്ട്. അത് എല്ലാവരുടെ മേൽ കർത്താവ് സൗജന്യമായി പകർന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. So there is a grace that is being revealed through Jesus Christ and be received from Jesus Christ, and I praise God that He is pouring out this grace upon you every ആ day. ദൈവ കൃപയെ നാം വ്യർത്ഥമാക്കി കളയരുത്. We should not let this grace of God be in vain. ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ അവനിൽ നിന്ന് പ്രാപിച്ച കൃപ പ്രാപിച്ച ആ ദൈവ കൃപ കൊണ്ട് നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ദൈവമക്കൾ പഠിക്കണം. When we face troubles in our life, we should learn to accept and receive the grace upon grace from Jesus and deal with the obstacles with this grace. ആമേൻ. രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ രോഗത്തെ അതിജീവിക്കുവാനുള്ള ദൈവ കൃപ എൻ്റെ മേൽ ഇന്ന് പകൽക്കാലം പകരണമേ. When I am having a sickness, I should pray that God give me the grace to overcome this sickness. ആമേൻ. സൗഖ്യത്തെക്കാൾ വലുതാണ് കൃപ എന്ന് പറയുന്നത്. Grace is greater than healing. എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe that? എല്ലാ വിടുതലിനേക്കാൾ വലുതാണ് ദൈവ കൃപ എന്ന് പറയുന്നത്. The grace of God is greater than all deliverances. ഒന്നുകൂടെ പറയട്ടെ, കൃപ മേൽ കൃപ യേശുവിൽ നിന്ന് വരുന്നുണ്ട്. Let me say this again. We are receiving grace upon grace from Jesus Christ. ഇന്ന് പകൽക്കാലം വഴികൾ തുറന്നാലും ഇല്ലെങ്കിലും, സൗഖ്യമായാലും ഇല്ലെങ്കിലും, അത്ഭുതം കണ്ടാലും ഇല്ലെങ്കിലും, കർത്താവ് ഇന്ന് പകൽക്കാലം നിന്നിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന ആ ദൈവ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചാട്ടെ. Today morning, even if you are not receiving deliverances, even if you are not receiving healing, you pray that this deliverance, this grace that is poured out from you, that is revealed through Jesus Christ, let it be poured upon me. Let us pray this. എഫെസ്യ ലേഖനം 2:8-9 ഇങ്ങനെ വായിക്കുന്നു. എഫെസ്യ ലേഖനം 2:8-9 നാം രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാണ്. Ephesians chapter 2:8 it reads കൃപയാലല്ലോ that നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. for by grace you are saved through faith. Praise the Lord. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാ? ദൈവത്തിന്റെ കൃപയാണ്. വചനം കേട്ടപ്പോൾ വിശ്വസിക്കാൻ കാരണം ദൈവത്തിന്റെ കൃപയാ. ഹൃദയം തുറക്കാൻ കാരണം ദൈവത്തിന്റെ കൃപയാ. ഈ സത്യം അനുസരിക്കാൻ കാരണം ദൈവത്തിന്റെ കൃപയാ. നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ, കഴിവുള്ളവർ ഇത് വായിച്ചിട്ടും ഗ്രഹിച്ചിട്ടും ഈ കർത്താവിനെ കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ ഒരു യോഗ്യതയില്ലാത്ത നമുക്ക് ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന രക്ഷകനെ കാണുവാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ കൃപയാണ്. What is the reason we are saved? The reason we are saved is because of the grace of God. When we read the word of God, to understand it is a grace. When we are wandering away to see the presence of God, it is the grace. When many people are not able to see this presence of God, to receive the salvation that we are fortunate to have this salvation, it is just because of the grace of God. Praise the Lord. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ, 9ാമത്തെ വാക്യം. ഒരു പ്രവൃത്തിയല്ല അവൻ രക്ഷിക്കപ്പെടാൻ കാരണം ദൈവത്തിന്റെ കൃപ. വിശ്വാസം മൂലമാണ് നാം രക്ഷിക്കപ്പെട്ടത്. It is not by the works that we are saved. It is just because of the grace of God through faith that we are saved. നമ്മൾ എന്തെങ്കിലും കൊടുത്തത് കൊണ്ടല്ല ഈ സന്തോഷം അനുഭവിക്കുന്നത്. We are receiving this joy of salvation not because we gave something. എല്ലാറ്റിനും ആധാര കൃപ മാത്രമാണ്. കൃപ. The foundation of everything is grace. എഫെസ്യ 2:5 Ephesians chapter 2 verse 5. മാറി വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ രക്ഷയുടെ ആധാരം എന്താണ്?
ഇന്നലെ പകൽ പണ്ടെപ്പോഴോ രക്ഷിക്കപ്പെട്ട ഒരു പഴയ ചരിത്രമായിട്ട് പഴയ സംഭവമായിട്ട് ഇരിക്കരുത്. എന്നും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകരുത്. അത് ഓർത്ത് സ്തോത്രം ചെയ്യണം. കൃപയാൽ 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 നീ രക്ഷിക്കപ്പെട്ട ഓർത്ത് എന്നും ദൈവത്തിന് നന്ദി പറയണം. ഒരു പഴയ സംഭവമായിട്ട് മാറരുത്. ഇന്നും ആ കൃപയുടെ സന്തോഷം നിന്റെ അകത്ത് വ്യാപരിപ്പനിടയായി തീരണം. Let us keep this in mind that getting saved was not a single incident that happened long ago in our life. It should not be an old incident in our life, old event in our life. We should always be thankful to God to save us, and we should always experience the joy of salvation in our life. സൗജന്യമായി ലഭിച്ച ദൈവകൃപ, the grace that is received freely. നാം രക്ഷിക്കപ്പെടുവാൻ ഒരു വിലയും കൊടുത്തിട്ടില്ല. We didn't give anything to get saved. നമുക്ക് വേണ്ട സകല വിലയും കാൽവരിയിൽ നമ്മുടെ കർത്താവ് കൊടുത്ത് സൗജന്യമായി നമ്മളെ രക്ഷിച്ചതാണ്. ഇതാണ് കൃപ എന്ന് പറയുന്നത്. It is God who paid the cost for our salvation on the cross and gave this grace upon us freely. നിത്യ നരകത്തിൽ നിന്ന് രക്ഷിച്ച ദൈവകൃപ. It is the grace that delivered us from the eternal hell. നിത്യ മരണത്തിൽ നിന്ന് രക്ഷിച്ച ദൈവകൃപ. It is the grace that delivered us from the eternal death. നിത്യ നരകം നിത്യ മരണത്തിൽ നിന്നൊക്കെ രക്ഷിച്ച ദൈവങ്ങളുടെ മഹത്വം ഇന്ന് പലത്രയും മക്കൾ മനസ്സിലാകുന്നുണ്ട്. How many of you are realizing the glory of this grace that delivered us from eternal death and eternal hell? ആമേൻ. ആ കൃപയെ നീ വ്യർത്ഥമാക്കി കളയരുത്. We should not put this grace in vain. സൗജന്യമായി രക്ഷിക്കപ്പെട്ടിട്ട് ദൈവ സ്നേഹത്തിനെ ആഴം തിരിച്ചറിഞ്ഞിട്ട് ദൈവ മകനും മകളുമാക്കി തീർത്തിട്ട് യേശുവിന്റെ ചോരയാൽ വിലച്ചു വാങ്ങിയിട്ട് പുത്രത്വത്തിന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ ദൈവം തന്നിട്ട് കുഞ്ഞെ നീ ഈ ദൈവ കൃപയെ വ്യർത്ഥമാക്കി കളയരുത്. After receiving the grace of God freely, after becoming sanctified, after becoming a child of God, after receiving the Holy Spirit, you should not, after realizing the joy of the salvation, you should not put this grace in vain. റോമാലേഖനം 5-ാം അധ്യായം Romans chapter 5, 20-ാമത്തെ വാക്യം വായിച്ചാട്ട്. verse 20. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം പെരുകി. See, where the sin increased, grace increased all the more. അടുത്തത് പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. Just as sin reigned in death, so also grace might reign through the righteousness to bring eternal life through Christ. കൃപ വർദ്ധിപ്പിച്ചത്. Why grace is increasing all the more? ശ്രദ്ധിച്ചിരിക്കാൻ ദൈവ സ്നേഹത്തിൽ ഓർമ്മിക്കുന്നു. I encourage all of you to listen carefully. കൃപമേൽ കൃപ ദൈവം പകരുന്നു. God is pouring us grace upon us grace. എന്തിനെ കൃപ വർദ്ധിപ്പിക്കുന്നു? Why is he increasing the grace? ഒന്ന് പാപം പെരുകിക്കൊണ്ടിരിക്കുന്നു. It is one reason is because the sin is increasing. പുതിയ തന്ത്രങ്ങളും പുതിയ കയറുകളുമായി വിശുദ്ധനെ വീഴ്ത്താൻ, ആത്മീകനെ വീഴ്ത്താൻ, ദൈവനെ ഇല്ലാതാക്കാൻ പുതിയ തന്ത്രവുമായി ശത്രു എഴുന്നേൽക്കുമ്പോൾ അവനെ ജയിക്കുന്ന ദൈവ കൃപയും ദൈവം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. When Satan is bringing up new schemes to bring down the holy people, to destroy the holy people, God is also increasing the grace every day. Grace upon us grace. നമ്മൾ പറയത്തില്ലേ, ഞങ്ങളുടെ കാലത്തെ പോലൊന്നുമല്ല എന്തുവാ ഇപ്പോൾ സംഭവിക്കുന്നത്. പാപം പെരുകുന്നു, പ്രതിസന്ധികൾ വർദ്ധിക്കുന്നു, മ്ലേച്ഛതകൾ വർദ്ധിക്കുന്നു. ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റത്തില്ല, ഒരു ന്യൂസ് കേൾക്കാൻ പറ്റത്തില്ല. നമ്മുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത പല മ്ലേച്ഛതകൾ മാത്രമേ മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. Many a times we say that nowadays we are seeing lot of sin and lot of things in the society which were not present in our times. But when all these things are present, when we read the media, when we look at the media and the newspaper, we see that the sin is increasing. അത് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തു വരുന്നത്. That's the only thing that's being highlighted. ആമേൻ. ദൈവദാസന്മാർ പറയും ദൈവസഭ എല്ലാം ഇപ്പോൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു.
The ministers of God are saying that even the churches of God are seeing this downfall. ആമേൻ. തലമുറകളെല്ലാം ബന്ധിക്കപ്പെട്ടത് പറയുന്നു. The generations are being bound by these sins. ഒരു കാര്യം ദൈവസഭ കാണാതെ പോകരുത്. But the church should not miss to see this one thing. പാപവും മ്ലേച്ഛതയും മാത്രമല്ല വർദ്ധിച്ചത്, അവ വർദ്ധിക്കുമ്പോൾ തന്നെ മറുവശത്ത് വർദ്ധിച്ചു വരുന്ന ദൈവകൃപ ദൈവസഭ കാണാതെ പോകരുത്, തലമുറകൾ കാണാതെ പോകരുത്. You should not miss to see that it's not just a sin that was increasing. Even when those things are increasing, the grace of God is also increasing every day. 21 വായിക്കുന്ന പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. We see on verse 21 that just as sin reigned in death, so also grace might reign through the righteousness to bring eternal life through Christ Jesus. കൃപ നമ്മളിൽ വാഴണം. The grace should reign on us. കൃപ നമ്മളിൽ നിയന്ത്രിക്കപ്പെടണം. We should be controlled by the grace of God. കൃപയ്ക്ക് അധീനരായ ദൈവമക്കൾ തീരണം. We should be coming under the grace upon grace. കൃപ ഉണ്ടെന്ന് പാടിയാ പോരാ, കൃപ എന്ന് പാടിയാ പോരാ, കൃപയ്ക്കകത്തു നീ നിൽക്കണം, കൃപയാൽ നീ വാഴണം, എങ്കിൽ മാത്രമേ പാപത്തെ ജയിക്കാൻ കഴിയത്തുള്ളൂ. We should not just sing that we have received grace and we have grace. We should not limit it with a song, but we should be within the grace and we should be under the control of the grace and we should be reigned by the grace. Then only we will be able to overcome these sins. സാഹചര്യം വരുമ്പോൾ നീ പാപത്തിൽ വീഴുന്നുണ്ടെങ്കിൽ, ദൈവഹിതമല്ലാത്തത് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവഹിതമല്ലാത്തത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, കൃപയല്ല നിന്നിൽ വാഴുന്നത്, പാപമാണ് നിന്നിൽ വാണുകൊണ്ടിരിക്കുന്നത്. If at times if you stumble upon things because of the sin, if you are being dragged away because of the sin, but you should understand that it is not sin that is reigning on you, grace is reigning on your life. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം, കർത്താവേ പാപമല്ല എന്നിൽ വർദ്ധിക്കേണ്ടത്, കൃപ എന്നിൽ വർദ്ധിക്കണം പറഞ്ഞ്, പാപമല്ല വർദ്ധിക്കേണ്ടത്, കൃപ എന്നിൽ വർദ്ധിക്കണം, പാപമല്ല വർദ്ധിക്കേണ്ടത്, കൃപ എന്നിൽ വർദ്ധിക്കണം. ഒരു നിമിഷം എല്ലാവരും അതരം തുറന്ന് പറഞ്ഞ്, ദൈവ കൃപ എന്നിൽ വർദ്ധിക്കണമേ. Let's all open our mouth and pray this. Let's all open our mouth now and pray this. It is not sin that should increase in my life. It is grace that should increase in my life. Let the grace increase in my life. Let the sin decrease and let the grace increase. Let us pray this together and declare it. Let us grace increase in my life. Hallelujah. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവകൃപ വർദ്ധിക്കട്ടെ, ദൈവകൃപ വർദ്ധിക്കട്ടെ. പാപം മാത്രമല്ല പെരുകിയത്, വിശുദ്ധനെ നിന്നെ വിശുദ്ധനാക്കുന്ന ദൈവകൃപയും അത് ദൈവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പകല് നമുക്ക് അത് പ്രാപിക്കാം. Oh, the holy people in the church, it is not the sin that is increasing. When the sin increased, God is adding more and more grace upon your life. So to stay holy, God is giving you grace. Praise the Lord. Hallelujah. 6 റോമാലേഖനം 6:1 പറയുകയാണ്, ആകെ നാം എന്തു പറയേണ്ടു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാളും അരുത്. എന്ന് വെച്ചാൽ കൃപ, പാപം പെരുകിയപ്പോൾ കൃപ പെരുകി, അതുകൊണ്ട് കൃപ പെരുകാൻ പാപം ചെയ്യണോ, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അങ്ങനല്ല വചനം ഉദ്ദേശിക്കുന്നത്. So after this, in Romans chapter 6 verse 1, it says, what shall we say then? Shall we go on sinning so that grace may increase? By no means. അതിന് 6:1 മുതൽ 14 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ എന്തിന് കൃപ വർദ്ധിപ്പിച്ചെന്ന് വളരെ സ്പഷ്ടമായിട്ട് ദൈവാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. If we read from verse 1 to 14, it is clearly written why the grace has been increased. Praise the Lord. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവോട് ചേരുവാൻ സ്ഥാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്ഥാനമേറ്റിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? കൃപ എന്തിനു വർദ്ധിപ്പിച്ചെന്നുള്ളതിന്റെ 1-2 കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ പറയുകയാണ്, യേശു ക്രിസ്തുവോട് ചേരുവാനായിട്ട് എന്ത് ചെയ്തു? സ്ഥാനമേറ്റ്. എന്തിന്? അവന്റെ മരണത്തിന് പങ്കാളിയായി തീരുവാൻ. So here it says that we died with Christ. The grace is increased for this purpose, that we have to join with Christ. To join with Christ, we died with Christ and then receive the grace of God. കാൽവറി ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി മരിച്ചു.
ആ കാൽവറിയിൽ വെളിപ്പെട്ട സകല ദൈവിക വിടുതലുകളും എന്റേത് നിങ്ങളതുമായി മാറണമെങ്കിൽ ആ മരണത്തോട് പങ്കാളിയാകണം. അതാണ് സ്നാനം എന്ന് പറയുന്നത്. At the cross, Jesus died at the cross. And when he died at the cross, he brought in deliverances in many areas of life. And if we have to receive those deliverances in our life, we should join with his death. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. So it is ഞാൻ ചുരുക്കത്തിൽ പറയാം, ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെങ്കിൽ വർദ്ധിച്ചു വരുന്ന ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. To walk in the newness of life, we need to have the grace that is increasing day by day. ആറാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന്. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അവൻ സ്നാനപ്പെട്ട ദൈവമക്കളെ തിരിച്ചറിയണം. യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ എന്ന് മറന്നു പോകരുത്. So you should not forget that we are the people who are crucified with Christ. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. And the one who died like that has overcome have taken victory over sin. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. If we died with Christ, we will also live with Christ, and we believe that. അപ്പോൾ വളരെ സിമ്പിൾ, ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നതാണ് എന്ത്? സ്നാനം. അതിന് ദൈവകൃപ ആവശ്യമാണ്. So in simple language we can say that to die with Christ is baptism. അടുത്തത്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുക, ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്ന ദൈവത്തിന് ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നതെന്നും നിങ്ങളെ തന്നെ എണ്ണിക്കൊള്ളുവിൻ. 12, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അവന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. 14ാമത്തെ വാക്യം മാത്രം വായിച്ചാട്ടെ. For the sin shall no longer be your master, because you are not under the law but under grace. ഒന്നിൽ പറയുന്ന കൃപ പെരുകി. So it is said that the grace is increasing. എന്തിനു വേണ്ടിയാണ് കൃപ പെരുകിയത്? Why was grace increased? സ്തോത്രം. നിങ്ങൾ ന്യായപ്രമാണത്തിനാൽ കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്താതിരിക്കാൻ ദൈവം കൃപ വർദ്ധിപ്പിച്ചു. Because you are not under the mastery of the law, but you are under the mastery of grace. For grace to have mastery over us, he has increased grace. അതുകൊണ്ട് വചനം പറയുന്നു, ഈ കൃപ നീ വ്യർത്ഥമാക്കി കളയരുത്. And the word of God says that you should not bring this grace in vain. പാപത്തെ ജയിക്കുന്ന ദൈവകൃപ, the grace that take victory over sin, പാപത്തെ എതിർക്കുന്ന ദൈവകൃപ, the grace that defends sin. പൗലോസ് പറയുന്നു, പാപത്തോട് പ്രാണത്യാഗത്തോളം പോരാടി. The grace that opposes sin and to the extent unto death. ഈ കൃപയെ വാസ്തവത്തിൽ ദൈവമക്കൾ യൂസ് ചെയ്യുന്നില്ല, ആശ്രയിക്കുന്നില്ല. ആ കൃപയ്ക്കകത്ത് കൃപയിൽ നിയന്ത്രിക്കപ്പെടുവാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് എവിടെയൊക്കെ പാപത്തിന്റെ കർത്തൃത്വം ഇന്നും പലരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. Many a times we are not using this grace, and we are not allowing this grace to reign upon our life. And because we are not allowing grace to have mastery upon our life, sin is creeping in and entering into our lives. എബ്രായലേഖനം 12-ാം അധ്യായം 15, 16, 17 വാക്യം വായിച്ചാട്ടെ. Hebrews chapter 12 verse 15, 16 and 17. ശ്രദ്ധിച്ചേ, കൃപ പകർന്നു ശരിയാണ്. പക്ഷെ സാധ്യതയുണ്ട്, കൃപ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. All the God is giving us, pouring up grace upon grace, there is a chance that we may lose this grace. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു.
കുഞ്ഞുങ്ങൾ അവിടെ കളിക്കുന്നുണ്ട്, അവരവിടെ കളിച്ചോട്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ശ്രദ്ധിച്ചാട്ടെ, ആരും ദൈവ കൃപ വിട്ടു പിന്മാറരുത്. See to it no one falls short of the grace of God. അപ്പോൾ കൃപ ഉണ്ടെങ്കിലും കൃപയിൽ നിൽക്കുന്നില്ലെങ്കിൽ, കൃപയ്ക്ക് അധീനരാകുന്നില്ലെങ്കിൽ, കൃപ പ്രാപിക്കുന്നില്ലെങ്കിൽ കുഞ്ഞിന് കൃപ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. So even if we have received the grace, if we are not staying in the grace, if we are not under the reign of grace, there is a chance that we will fall short of grace. കൃപ പോയാലും സഭയെ കടന്നു വരാം. Even if we lose the grace, we can come to the church. കൃപ പോയാലും പ്രസംഗിക്കാം. Even if we lose the grace, we can still preach. കൃപ പോയാലും പാട്ട് പാടാം. Even we lose the grace, we can still sing songs. എല്ലാരും കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe കൃപ all of പോയാലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കാം, കൊട്ടാം, എന്ത് പരിപാടിയും കൃപ പോയാലും ചെയ്യാം. Even without grace, people can play the instruments and do all sorts of things. ഒരു പക്ഷെ നമുക്ക് പോലും അറിയത്തില്ല ഇപ്പൊ കൃപയിലാണോ ഇല്ലയോ എന്നുള്ളത്. Many a times people don't even realize whether they are in the grace right now. Praise the Lord. കൃപ വിട്ടുപോയാൽ സംഭവിക്കുന്ന കാര്യമാണ് അവിടെ വായിക്കുന്നത്. കയ്പിന്റെ വേര് ഹൃദയത്തിനകത്ത് മുളയ്ക്കും. So what we see here is that it is mentioning what will happen if we fall short of grace. We see that bitter roots grow in our hearts. ആരുടെയും ഹൃദയത്തിനകത്ത് കയ്പിന്റെ വേരുണ്ടോ? Is there anyone with bitterness in your heart? ഉണ്ടോ? നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി. കയ്പിന്റെ പേര് സ്തോത്രം. നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന എന്തിനാ? ഇല്ലെങ്കിൽ സന്തോഷത്തോടെ പറ ഇല്ലെന്ന്. Do you have any bitterness in your heart? കൃപയുള്ളവരുടെ പ്രത്യേകത, അവർക്കൊരിക്കലും ഹൃദയത്തിനകത്ത് കയ്പ് വെക്കാൻ പറ്റത്തില്ല. The people who have the grace, what is peculiar about them is that they cannot keep bitterness in their heart. കൃപയുള്ളവനെ കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാകത്തില്ല. No one will have any trouble with the one who is under the reign of grace. കൃപയുള്ളവനെ കൊണ്ട് ഒരിക്കലും സഭ കലങ്ങത്തില്ല. That there won't be any divisions in the church, won't be any problems in the church because of the person who is under the reign of grace. കൃപയുള്ളവരുടെ വായിൽ നിന്ന് ദൈവസഭയ്ക്ക് ദൈവദാസന്മാർക്കെതിരെ ഒരു വാക്കും വെളിപ്പെട്ടു വരികയില്ല. The one who is having the grace will not speak a single word against the minister of God and the leaders. എവിടെങ്കിലും ആരെങ്കിലും കുറ്റം പറഞ്ഞു വരുമ്പോൾ ഓർത്തോണം, ബ്രദറെ കൃപ പോയി, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ, അന്ന് അവിടെ പ്രാർത്ഥിച്ചിട്ടേ വിടാവൂ. When you hear someone talking to you about someone else, complaining about someone else, you should realize that they have lost their grace and you should pray for them to have the grace. ഇടയ്ക്കിടയ്ക്ക് ഫോണൊക്കെ വരും. ഹലോ, ഇടയ്ക്കിടയ്ക്ക് കോളൊക്കെ വരും. You may get some calls at times. ഈ കൃപ വിട്ട കേസാണെങ്കിൽ അന്നേരം കട്ട് ചെയ്തേക്കണം. If they are the people who have lost their grace, just disconnect the call. എന്നിട്ട് എന്റെ അനുവാദത്തോടെ ഈ വാക്യം അയക്കണം. എബ്രായർ 12:15 അന്നേരം അയച്ചേക്കണം. And with my permission, with pastor's permission, send this verse, Hebrews chapter 12 verse 15. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കൃപയുള്ളവനെ കൊണ്ട് കലക്കമുണ്ടാകത്തില്ല. കൃപയുള്ളവരെ കൊണ്ട് കയ്പിന്റെ പേര് മുളയ്ക്കത്തില്ല. കൃപയുള്ളവർ സഭയ്ക്ക് അനുഗ്രഹമാ. കൃപയുള്ളവർ ഭവനത്തിന് അനുഗ്രഹമാ. കൃപയുള്ളവർ ദൈവ സഭയ്ക്ക് അനുഗ്രഹമാ. ഒടുന്ന പകൽക്കാൽ കൃപ വിട്ടുപോകരുത്. There won't be any divisions or conflicts or distress because of the person who is having grace, and the person with grace is a blessing for the church. അതിനൊരു ഉദാഹരണം യേശാവിനെ പറ്റി 16-ാമത്തെ വാക്യം പറയുന്നുണ്ട്. On verse 16 we can see an example of that in the life of Esau. ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനാകാതിരിപ്പാൻ, ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. We should be careful not to lose, unlike Esau, for the food he sold his inheritance. We should not be like that. എന്താണ് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു? He sold his inheritance. Praise the Lord. Birthright. Birthright. സ്വതന്ത്രം. അപ്പൊ ശ്രദ്ധിച്ചാട്ട്, എന്താണ് ഈ ബർത്ത്? What is birthright? ഈ മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും അപ്പന്റെ അവകാശം ലഭിക്കും. എന്നാൽ ഫസ്റ്റ് ബോൺ, ആദ്യ ജാതന് ഡബിൾ പോർഷൻ കിട്ടും.
The birthright is that every children will get an inheritance from the father, but the firstborn will get the double portion. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് മാതാവിനെ സഹോദരിമാരെ എല്ലാം കെയർ ചെയ്യണം. And it is his responsibility to take care of the father and mother. അദ്ദേഹമായിരിക്കും ആ ഭവനത്തിന്റെ ലീഡർ ഓഫ് ദ ഫാമിലി, ഫസ്റ്റ് ബോൺ ആയിരിക്കും. The firstborn will be the leader of the family. അതൊരു പ്രത്യേക അവകാശമാണ്. That is a special inheritance. പക്ഷേ വിശപ്പ് വന്നപ്പോൾ പായസവും കലവും കണ്ടപ്പോഴത്തേക്ക് ഏശാവിന് അത് ജ്യേഷ്ഠാവകാശം വിറ്റമല്ല, അവൻ അതിനെ അലക്ഷ്യമാക്കി അതിന് വിറ്റ് കളഞ്ഞിട്ട് അവൻ പായസം കുടിപ്പനിടയായി തീർന്നു. But when he was hungry and he saw the beautiful desert, delicious desert, he forgot about his birthright and he sold his birthright to his brother. ദൈവം വിട്ടുപോയതിനെ പറ്റി ഉദാഹരണം വചനം പറയുകയാണ്, ഏശാവിനെ പോലെ ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു. And the word of God is reminding us with an example on how it is like. It should not be like the one who sold his birth like Esau. ഇന്ന് പകൽക്കാല കൃപ തോന്നി ലഭിച്ച പദവിയാണ് ദൈവമകൻ, ദൈവ പൈതൽ, വിശുദ്ധൻ എന്നുള്ള. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നു. ഈ വിലയേറിയ രക്ഷയുടെ സന്തോഷത്തെ കുഞ്ഞെന്ന് ഇല്ലാതാക്കരുത്. താൽക്കാലികമായ സുഖത്തിന്, താൽക്കാലികമായ സന്തോഷത്തിന്, ദൈവഹിതമല്ലാത്ത വിഷയത്തിൽ നിന്റെ വില, നിന്റെ പദവിയെ കളയരുത്. ദൈവകൃപ വിട്ടുപോകരുതെന്ന് ദൈവത്തിന് ആത്മാവ് ഓർപ്പിക്കുകയാണ്. Holy Spirit is reminding you that it is by grace you have received this right to be the child of God. And when you have received this right to be the child of God, for the sake of pleasures in the world, for the sake of wealth and happiness in the world, you should not forsake this right, and you should always give importance to this grace that is abounding upon us. ഞങ്ങൾക്കൊരു അച്ഛനെ അറിയാം. I know a brother. അദ്ദേഹം രാവിലെ നടന്നു പോകുന്ന കാണാം. He goes for a walk every morning. കത്രമേശ എടുക്കുന്നുണ്ട്, സഭയുടെ മെമ്പറാണ്, എല്ലാം നല്ലതാ. പക്ഷെങ്കിൽ ഒരു സ്ഥലത്ത് പോയിരുന്ന പുള്ളി ഇടയ്ക്കിടയ്ക്ക് ആത്മാവിന് നിത്യശാന്തി കൊടുക്കും. സ്വതന്ത്രം ഇങ്ങനെ വലിക്കുന്നത് കാണാം. Although he takes the Lord's table, he comes for the worship and every activities, but at times he goes to a lonely place and smokes. അടുത്തുള്ള കടയിലെങ്കും പോകത്തില്ല. He doesn't go to the nearby shops. പിന്മാറ്റക്കാരുടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. There is a corner of backsliders. അവിടെ പോയി എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഗോസ്പൽ ടീമിലൊക്കെ കയറി ഇറങ്ങി സുവിശേഷമൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ പറയും, ആദ്യം ആ പുള്ളിയെ നിങ്ങൾ എന്ത് ചെയ്യും? കാരണം പുള്ളി ബന്ധുക്കോസാരനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ കൂടുമ്പോൾ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പുള്ളി എന്ത് ചെയ്യും? ഓടിപ്പോയി കർത്താവേ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് രണ്ട്. When we go for outreach and all, people will tell that first you go and preach to this person, because when he is having tension, when he faces trouble, the first thing he does is that he goes and smokes. സ്വതന്ത്രം. ഇവിടെ വന്നപ്പോൾ ചില പറഞ്ഞിട്ട് ഈ ബിയർ കുടിക്കുന്നത് പാപമല്ലെന്ന്. And when I came here, some people told me that it's not a sin to drink beer. എന്താണ് ഇച്ചിരി ബിയർ കുടിക്കുന്നത് വലിയ തെറ്റൊന്നും? There's nothing wrong in drinking little beer. ശരിയാണോ? Is it right? ബിയർ കുടിച്ചൊരു പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. നിന്റെ അവകാശത്തെ ഇല്ലാതാക്കരുത്. You should not nullify your birthright. അവസരം കിട്ടുമ്പോൾ, സമയം കിട്ടുമ്പോൾ നീ ദൈവ പൈതലുള്ള പദവി വിട്ട് ദൈവ കൃപ വിട്ട് നീ പോകരുതെന്ന് വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവിൽ പകൽക്കാലം ഇടപെടുകയാണ്. When you get the opportunity, when no one is watching you, you should not walk away from the grace of God, and you should not nullify your birthright. സ്തോത്രം. ഇനി പൗലോസ് കൃപയെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 1 Corinthians chapter 5 10-ാമത്തെ വാക്യം വായിച്ചേ. verse 10. സോറി 15-ന്റെ 10, 5 അല്ല 15-ന്റെ 10. 1 Corinthians chapter 15 verse 10. ശ്രദ്ധിച്ചേ, പൗലോസ് പ്രാഗൽഭ്യത്തോടെ പറയുന്നു, ഞാനാകുന്നത് ദൈവ കൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായി പോയില്ല.
And Paul says that, but by the grace of God I am what I am, and his grace to me was not without effect. ഇന്ന് പകൽ എത്ര പേർക്ക് അങ്ങനെ ഒന്ന് പറയാൻ കഴിയും? എന്നോട് കാണിച്ച ദൈവകൃപ, എന്നിൽ പകർന്ന ദൈവകൃപ അത് വ്യർത്ഥമായില്ലെന്ന് പ്രാഗൽഭ്യത്തോടെ ഇന്ന് പകൽ എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? How many can say today that the grace that is poured upon me is not in vain? ആമേൻ. പാടാൻ തന്ന കൃപ, ആരാധിക്കാൻ തന്ന കൃപ, അഭിഷേകത്തിൽ നിറയാൻ തന്ന കൃപ, സ്നേഹിക്കാൻ തന്ന കൃപ, കരുതാൻ തന്ന കൃപ, കൈത്താങ്ങാൻ തന്ന കൃപ, ഉപവസിക്കാൻ തന്ന കൃപ, ആത്മാവിൽ പോരാടാൻ തന്ന കൃപ അത് വ്യർത്ഥമായില്ല എന്ന് ഇന്ന് എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ പറയാനായിട്ട് കഴിയും? How many of you can say that the grace poured upon me, the grace to sing songs, the grace to worship him, the grace to support others, the grace to help others, the grace to bring deliverance, the grace to take victory over life, victory over the problems? How many of you can say that this grace is not in vain in my life? പൗലോസ് പറയുന്നത് ഞാൻ ദൈവത്തിന്റെ കൃപ വ്യർത്ഥമാക്കുന്നില്ല. Paul says that I am not putting this grace of God in vain. ഇന്ന് പകൽ ദൈവസഭയെ പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ അങ്ങനെയുള്ള ചിലരെ ദൈവാത്മാവ് തരികയാണ്. കഴിവുള്ളവരെ അല്ല, മിടുക്കുള്ളവരെ അല്ല, ദൈവം ചൊരിഞ്ഞ ദൈവകൃപയെ കളയാതെ സൂക്ഷിക്കുന്ന, ദൈവകൃപയെ വില കൽപ്പിക്കുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം തിരയുകയാണ്. My dear church, Holy Spirit is searching for some people. Holy Spirit is searching for the people not because they have talents and skills in their life, but because they are not losing their faith, they are not falling short of their grace, they are not putting this grace in vain. Holy Spirit is searching for such people who do not waste the grace that God has poured upon us. ആമേൻ. കൃപയെ നന്നായിട്ട് ഉപയോഗിച്ച, കൃപയുടെ മഹത്വം തിരിച്ചറിഞ്ഞ, കൃപയുടെ വിലയറിഞ്ഞ പൗലോസ് പറയുന്നത് നിങ്ങളുള്ള കൃപയെ വ്യർത്ഥമാക്കി കളയരുത്. It is the one who has used grace as much as possible, the one who has used to its effect, the one who has lived with it, the power of grace. He is the one who is saying that you should not make grace in vain. അവന്റെ കൃപയുടെ ഒന്ന് രണ്ട് കാര്യം ഗലാത്യർ 1:15 പറയുന്നു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. In Galatians chapter 1 verse 15 it says, but when God who sent me apart from my mother's womb and called me by grace was pleased. ആമേൻ. പൗലോസ് പറയുകയാണ് എന്നെ വിളിച്ച കൃപയാൽ വിളിച്ച വിളിയുണ്ട്, അത് ഞാൻ വ്യർത്ഥമാക്കിയിട്ടില്ല, അത് ഞാൻ കളഞ്ഞിട്ടില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും ഒരു ദൈവമകനായി, ഒരു ദൈവദാസനായി സ്വർഗ്ഗം നിന്നെ പേർ ചൊല്ലി അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിന്നെ വേർതിരിച്ചെങ്കിൽ പൗലോസിനെ പോലെ പറയാൻ കഴിയണം ആ ഞാൻ വ്യർത്ഥമാക്കിയിട്ടില്ല. When God has set you apart from your mother's womb itself and given you grace and called you by your name, and when he has poured out his grace and set you apart, can you say that I have not put this grace in vain? ആമേൻ. കൃപയാൽ ദൈവം വിളിച്ചത്. It is by grace he has called us. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? അമിസ്വതരം ഗലാത്യർ 2 ഞാൻ പെട്ടെന്ന് വായിച്ചങ്ങ് പോകാം. അതിന്റെ 8-9 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അമിസ്വത അഗ്രചർമ്മിക്കാരുടെ ഇടയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം ആ ശുശ്രൂഷ ഫലമേൽപ്പിച്ചു. ആമീൻ. ആ ലഭിച്ച ദൈവകൃപ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ആമീൻ. പത്രോസിന് ആമീൻ പരിച്ഛേദനക്കാരുടെ ശുശ്രൂഷിപ്പാൻ കൃപ ലഭിച്ചെങ്കിൽ പൗലോസ് പറയുന്നു ഞാൻ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷ വെറുതെ കിട്ടിയതല്ല, കൃപയാൽ എന്നെ ഫലമേൽപ്പിച്ച ശുശ്രൂഷയാണ്. When Peter got the opportunity to, he was able to minister to the circumcised people, but Apostle Paul is saying that what I am doing in my ministry is because of the grace that I have received. Praise the Lord. എഫേസ്യർ 3:7 പറയുന്നു ആമേൻ കൃപാദാനത്താൽ ഞാൻ ശുശ്രൂഷകനായി തീർന്നു. In Ephesians chapter 3 verse 7 it says that I became a servant of his gospel by the gift of God's grace. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാനാകുന്നത് കൃപയാൽ. That is why Paul says what I am is because of grace. ഇന്ന് പകൽക്കാലം എഞ്ചിനീയർ ആയിട്ടുണ്ടെങ്കിൽ കൃപയാലെന്ന് പറഞ്ഞ്, ഡോക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ കൃപയാലെന്ന് പറഞ്ഞ്, ഒരു നേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ കൃപയാലാണ്. നിനക്ക് നല്ല വിദ്യാഭ്യാസം MBA MCom ഉണ്ടെങ്കിൽ അവൻ കൃപയാൽ ഒന്ന് പറഞ്ഞ് എന്തെങ്കിലും
ആയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്, എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല. കൃപയാൽ ഞാനാകുന്നത് എന്റെ ദൈവത്തിന്റെ കൃപ. Let us say today that whatever I have become, it is because of the grace of God. If you have become a doctor, say that it is because of grace. Because if you are an engineer, say that it is because of grace. If you have become a nurse, say that it is because of grace. If you have education, good job, whatever it is, say that it is because of the grace. Whatever I am, it is because of the grace of God. അവനെ കൃപയെ വ്യർത്ഥമാക്കി കളയും. And this grace should not be put in vain. പൗലോസിന്റെ ഒരു പ്രത്യേകത ദൈവ കൃപയെ നന്നായിട്ട് യൂസ് ചെയ്യുന്നു. What is peculiar about Apostle Paul is that he used the grace of God to the full extent. പുള്ളിയുടെ ശുശ്രൂഷയിൽ മാക്സിമം കൃപ ജ്വലിപ്പിക്കാൻ പുള്ളി തയ്യാറായി. Throughout his ministry, he emphasized on receiving the grace of God. കൃപയുടെ വചനം സംസാരിക്കുന്നു. He says that I am preaching the word of grace. പരിശോധിച്ചാലും കൃപയുടെ മഹത്വം, കൃപയുടെ ശക്തി അനുഭവിച്ച് ഇവിടെ പറയേണ്ടത് ദൈവകൃപയെ ശരിക്ക് യൂസ് ചെയ്ത വ്യക്തിയാണ് പൗലോസ്. If you look at his writing, you can see that throughout his writing, he is emphasizing the power of grace and the power of grace that he has experienced in the life, and he has received this grace in his life. ഈ പൗലോസ് ഒരിക്കൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നമുക്കറിയാം 2 കൊരിന്ത്യർ ഇവിടെ പറഞ്ഞ അവസാനിക്കാം 12-ാം അധ്യായം 7, 8, 9, 10 വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2 Corinthians chapter 12 verse 7, 8, 9. ഇത്രയും കൃപയിൽ സ്വർഗീയ ദർശനത്തോടെ അനുസരണക്കേട് കാണിക്കാതെ പാപത്തോട് പ്രാണത്യാഗത്തോടെ പോരാടിയ ഈ പൗലോസ് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തിനാണ്? അവൻ കുത്താൻ ഒരു സാത്താനെ ഏൽപ്പിച്ചു. അത് നീങ്ങിപ്പോകാൻ പൗലോസ് പ്രാർത്ഥന ആരംഭിച്ചു. The Paul who ministered in mighty ways, he is given a thorn in his flesh, and Paul started to pray that let this be removed from his life. Praise the Lord. വാസ്തവത്തിൽ പൗലോസ് പ്രാർത്ഥിച്ച ദൈവം നീക്കി കൊടുക്കണ്ടേ? In fact, if he prays, doesn't God remove it? അത് ആരെ ഏൽപ്പിച്ചേക്കുന്നത്? പകുതി മയത്തിലാണ് ഇതൊന്ന് ഉറക്കെ പറഞ്ഞത്. സാത്താനെ നോർത്ത് വയ്ക്കുക. സാത്താനെ അത് ദൈവം ഏൽപ്പിച്ചാൽ ഇവൻ പ്രതിക്ക കുത്തുവോ? So who was given this thorn in his flesh, who was given this job to poke him with this thorn? It is a messenger of Satan. പൗലോസല്ലേ എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹം, ഒരു കാര്യം ചെയ്യും, ഒരു കുത്ത് ഇങ്ങനെ കുത്തുവോ? The messenger of Satan will not be kind to Paul, saying that you are Paul an apostle. അല്ലാത്തപ്പോൾ നമ്മൾ എന്തോ കുത്തുന്നത്. അപ്പൊ പിന്നെ സാത്താനെ ഏൽപ്പിച്ചാൽ ചെറിയ മയത്തിലെങ്ങാനും കുത്തുവോ? അതുകൊണ്ട് മനസ്സിലാക്കിയ പൗലോസ് പ്രാർത്ഥിച്ചു. എത്ര വട്ടം പ്രാർത്ഥിച്ചു? 3 വട്ടം പ്രാർത്ഥിച്ചു. ഇവനെ ഒന്ന് മാറ്റി തരണം. So knowing this, that this messenger of Satan is on my flesh, Paul prayed. How many times? 3 times he prayed that let this be removed from my body. പക്ഷെ കൃപ എന്തെന്ന് അനുഭവിച്ച പൗലോസ്, അവൻ കൃപയുടെ മഹത്വം തിരിച്ചറിഞ്ഞ പൗലോസിനോട്, അവൻ കൃപ കൊണ്ട് കൃപയെ മാക്സിമം യൂസ് ചെയ്ത ഈ പൗലോസിനോട് ദൈവം തിരിച്ചൊരു കാര്യമുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഈ സൗഖ്യത്തെക്കാൾ, ഈ വിടുതലിനേക്കാൾ, ഈ നീങ്ങി പോകുന്ന വിഷയത്തെക്കാൾ അധികം നല്ലത് ഈ കൃപ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. But to the Paul who have experienced the grace of God, who has seen the mighty power and glory of this grace, to this Paul, God is saying that even when you have this sickness, even if it is not healed, even if it is not delivered, my grace is sufficient for you. Amen. And my power is made perfect in your weakness. Hallelujah. സൗഖ്യത്തെക്കാൾ വലുതാണ് ദൈവകൃപയെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞേ. The grace of God is greater than the deliverance from your sicknesses. നിന്റെ വിഷയത്തെക്കാൾ വലുതാണ് ദൈവകൃപ എന്നുള്ളത് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ
തിരിച്ചറിയട്ടെ. You should realize this, that the grace of God is greater than all the troubles that you're facing. ആമേൻ. ആമേൻ. ഒരു പക്ഷെങ്കിൽ ആ സാത്താനെ നീക്കിയായിരുന്നെങ്കിൽ ഇവിടെ ഒരു വാക്യം വന്നേനും ഞാൻ 3 വട്ടം അപേക്ഷിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞ് ആ വിഷയം അവിടെ നിന്നേനെ. If God has listened to his prayer and removed this messenger of Satan from his body, then there will be another verse. There would have been another verse that I prayed 3 times and God gave me deliverance from the sickness. പക്ഷേ അത് നീക്കാതെ കൃപ എഴുതിയപ്പോൾ ഇന്നും അത് പറയുമ്പോൾ തന്നെ അനേക ആയിരങ്ങൾ, ലോകത്തിന് 5 വൻകരകളിൽ അനേക വിശുദ്ധന്മാർ ബലപ്പെടുന്ന കാര്യം ഈ ഒറ്റ വചനമാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രശ്നങ്ങളെക്കാൾ അപ്പുറമായി, നിന്റെ പ്രതിസന്ധികളെക്കാൾ അപ്പുറമായി ദൈവ കൃപ ഇന്ന് പകൽക്കാലം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് പകരട്ടെ. But just because he did not get deliverance that day, he was not given deliverance, but the grace that is abounding. It is written, my grace is sufficient for you. So just because of that, all the people, all the nations are chanting this, that my grace is sufficient for you, and they are being strengthened by the grace of God. കൃപയെ നന്നായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ദൈവം കൃപ കൊടുത്തോണ്ടേയിരിക്കും. Those who make use of grace will receive more and more grace. ഒരു കാര്യം ഞാൻ പറയട്ടെ, Let me say one thing. നിന്റെ ജീവന്റെ മേലും മരണത്തിന് മേലും അധികാരം ദൈവത്തിനാണ്. God is the one who is having authority over your life and death. നമ്മുടെ കാലഗതികൾ ദൈവത്തിന്റെ കയ്യിലാണ്. Our times are under the control of God. നീ എത്ര നാൾ ഈ ഭൂമിയിൽ ആയിരിക്കണമെന്ന് സ്വർഗ്ഗം എഴുതി വെച്ചിട്ടുണ്ട്. The heavens have written it down how long you are going to live on the അതിന് face of മുൻപ് അതിനെ earth. പറിക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്ന്. And no one will be able to remove this. അതുവരെ നിന്നെ നിർത്താൻ കൃപയ്ക്ക് കഴിയുമെന്ന് ഇന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ ആകുന്നത് കൃപയാലാണ്. രോഗബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവകൃപ, മരണശക്തിയെ അഴിക്കുന്ന ദൈവകൃപ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ തലമുറയുടെ മേൽ, ഈ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. And the grace is sufficient. The grace is sufficient to keep you safe until your death. The grace is sufficient to keep you safe until the day it is written about you on heaven. And whatever may happen, you may face sickness, you may face troubles in your life. You have a grace that is greater than any of these things. Hallelujah. യേശുവിന്റെ നാമത്തിൽ ആ ദൈവകൃപ ഇന്ന് പകൽക്കാലം ഒഴുകട്ടെ. കുഞ്ഞെ, നിന്റെ ബുദ്ധിയെ കെടുത്തുന്ന, നിന്നെ മാനസികമായി തളർത്തുന്ന ആ പോരിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ശാസിക്കുകയാണ്. കൃപ ദൈവം പകരുകയാണ്. നിന്റെ സൗഖ്യത്തെക്കാൾ വലിയ കൃപ, നിന്റെ വിഷയത്തെക്കാൾ വലിയ കൃപ ഇന്ന് പകലിൽ ദൈവാത്മാവ് പകരുകയാണ്. Let that grace be revealed today in your life. I command in the name of Jesus. Let the grace that is beyond, let the grace that is beyond your sickness be revealed in your life. Let the grace that is beyond your trouble be revealed in your life today. Hallelujah. ഒരു കൃപ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. കൃപമേൽ കൃപ, കൃപ പോരാ, കൃപ പോരാ, കൃപമേൽ കൃപ, കൃപമേൽ കൃപ. നിന്റെ വിഷയത്തെ അതിജീവിക്കാൻ, നിന്റെ വെല്ലുവിളി അതിജീവിക്കാൻ കൃപ പോരാ, കൃപ പോരാ, കൃപമേൽ കൃപ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പ്രാപിക്കാം. I need more grace in the name of Jesus. I need more grace. God, pour out grace upon grace on me. Hallelujah. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവൻ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. കൃപ മാത്രമല്ല, കൃപയോട് കൂടെ ഒരു ദൈവശക്തിയുണ്ട്. There's a power of God that is among us. അതുകൊണ്ട് ദൈവകൃപയെ വ്യർത്ഥമാക്കി കളയരുത്. So let us not put the grace in vain. ഇത് നിന്നെ ബലപ്പെടുത്തുന്ന കൃപയാണ്. This is the grace that strengthens നിന്നെ you, ശക്തീകരിക്കുന്ന കൃപയാണ്. that empowers you, പാപത്തെ ജയിക്കുന്ന കൃപയാണ്. that takes victory over sin. ഏത് മാനസിക ക്ലേശങ്ങളെ അതിജീവിക്കുന്ന കൃപയാണ്. It helps you overcome all the struggles, all the psychological struggles in your life. ശത്രുവിന് നിന്നെ ജയിക്കാൻ കഴിയാത്ത കൃപയാണ്.
The grace that will not allow enemy to overcome. ഇന്ന് പലത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. How many of you desire this കർത്താവേ, grace today? പല വിടുതലുകൾ പ്രതീക്ഷിച്ചാ വന്നത്, പക്ഷെ ഇന്ന് പകലിൽ എനിക്ക് കൃപ തന്ന് അയക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. Lord, I expected many deliverances today, but God, give me that grace. ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. Let us pray for the grace. കൃപമേൽ കൃപ. Grace upon grace. കർത്താവേ, ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു, എന്റെ സകല പ്രതിസന്ധിക്കാൾ എനിക്ക് വളരെ ആവശ്യം ജോലി ലഭിക്കുന്നതിനേക്കാൾ മുൻപ്, സൗഖ്യമാകുന്നതിന് മുൻപ്, കടഭാരം മാറുന്നതിന് മുൻപ്, അടുത്ത തലമുറ വരുന്നതിന് മുൻപ് കൃപമേൽ കൃപ, കൃപമേൽ കൃപ ഇന്ന് പകൽ എന്റെ മേൽ പകരണമെന്ന് ആഗ്രഹിക്കുന്നു. ചേർന്ന് അതിനെ തുറന്ന് പ്രാർത്ഥിച്ച്, ഇത് സൗജന്യമായി തരുന്നതാണ്, പാസ്റ്റർ തരുന്നതല്ല, സഭ തരുന്നതല്ല, സ്വർഗം ഡയറക്റ്റ് നിന്റെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്ന ദൈവകൃപ. Let us all pray today that beyond the deliverances, before I get my job, before the newborn is coming up, before all the deliverances, God, what I need is grace upon grace. Lord, beyond all the problems, all the resolution of the problems, Lord, I need grace upon grace. God, give me this grace today. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാ ഹൃദയന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസ്, കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപ കൃപയോന്ന് ആശ്രയം. ഹല്ലേലൂയ. കൃപ കൃപയോന്ന് ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയേ നാടോ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയേ നാടോ. നല്ല നിമിഷം പാടി Hallelujah,
വിശ്വാസം അതിനാൽ ഹൃദയം